Hi friends, welcome back to my today's class ICD 10 coding guidelines chapter 1. Chapter 1-ലെ MRSA and MSSA coding guidelines ആണ് ഇന്നത്തെ ക്ലാസ്. MRSA means methicillin resistant Staphylococcus aureus. MRSA is a type of bacteria that is resistant to several antibiotics including methicillin. MRSA എന്ന് വെച്ചാൽ ഒരു ടൈപ്പ് ഓഫ് ബാക്ടീരിയ ആണ്. ആ ബാക്ടീരിയയ്ക്ക് മെഥിസിലിൻ പോലുള്ള ആന്റിബയോട്ടിക്സിനെതിരായിട്ട് ചെറുത്ത് നിൽക്കാൻ കഴിവുള്ളതാണ്. It can cause a range of infection from skin infection to more severe condition like pneumonia and bloodstream infection. ഈ ബാക്ടീരിയയ്ക്ക് സ്കിൻ ഇൻഫെക്ഷൻ തൊട്ട് ന്യൂമോണിയ ബ്ലഡ് സ്ട്രീം ഇൻഫെക്ഷൻ, അതായത് ബ്ലഡ് വെസൽസിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ വരെ കോസ് ചെയ്യാൻ കഴിവുള്ളവയാണ്. MRSA spreads easily through skin to skin contact, especially in crowded or unsanitary conditions. MRSA എങ്ങനെയൊക്കെ സ്പ്രെഡ് ആകുമെന്ന് വെച്ചാൽ, ഒരു MRSA ഉള്ള ഒരു പേഷ്യന്റിന് നമ്മുടെ സ്കിന്നും കോണ്ടാക്ട് ആയാൽ അതുവഴി നമുക്ക് MRSA വരാൻ സാധ്യതയുണ്ട്. മോസ്റ്റ്ലി ഇൻ ക്രൗഡഡ് ഏരിയ അല്ലെങ്കിൽ അൺക്ലീൻഡ് ഏരിയാസിലൊക്കെ ഇത് കാണാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഈസ് മോർ കോമൺ ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ് ആസ് വെൽ ആസ് ഇൻ കമ്മ്യൂണിറ്റി. ഇത് ഹോസ്പിറ്റൽസിലൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയാണ്. സിംറ്റംസ് ഓഫ് MRSA ഇൻഫെക്ഷൻ ഓഫൺ ഇൻക്ലൂഡ് റെഡ്നെസ്, swelling and pus at the site of infection. ഇതെല്ലാമാണ് ഇതിന്റെ സിംറ്റംസ്. ട്രീറ്റ്മെന്റ് ഇൻവോൾവ്സ് drainage of the infected area and antibiotics that are effective against MRSA. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇൻഫെക്റ്റഡ് ഏരിയയിലുള്ള ആ പസൊക്കെ റിമൂവ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് കൊടുക്കുക. ഈ മെഥിസിലിൻ ഒക്കെയാണ് ഇതിനെതിരായിട്ട് കൊടുക്കാൻ പറ്റാത്തത്. മെഥിസിലിൻ അല്ലാത്ത മറ്റു ചില ആന്റിബയോട്ടിക്സ് ഉണ്ട്, അത് കൊടുക്കുകയാണെങ്കിൽ ഈ MRSA ഇല്ലാതാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിന്റെ കോഡിംഗ് ഗൈഡ്ലൈൻസ് ആണ്. സെലക്ഷൻ ആൻഡ് സീക്വൻസിങ് ഓഫ് MRSA കോഡ്സ്. ഫസ്റ്റ് വൺ, കോമ്പിനേഷൻ കോഡ്സ് ഫോർ MRSA ഇൻഫെക്ഷൻ. ഇതിൽ ചില കോമ്പിനേഷൻ കോഡ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. When a patient is diagnosed with an infection that is due to methicillin resistant Staphylococcus aureus. ഒരു പേഷ്യന്റിന് ഒരു ഇൻഫെക്ഷൻ വന്നു. അതെന്തുകൊണ്ടാണ്? മെഥിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് കൊണ്ട് ഒരു ഇൻഫെക്ഷൻ വന്നു. ആ ഇൻഫെക്ഷൻ സെപ്സിസോ ന്യൂമോണിയോ ആണെങ്കിൽ അതിനുള്ള കോഡാണ് A41.02. ഇപ്പൊ സെപ്സിസ് ആണെങ്കിൽ A41.02, സെപ്സിസ് ഡ്യൂ ടു മെഥിസിലിൻ റെസിസ്റ്റന്റ് സ്റ്റെഫൈലോകോക്കസ് ഓറിയസ്. അതുകൊണ്ട് ആ കണ്ടീഷന്റെ കോഡ് കംപ്ലീറ്റ് ആയി. ഇതാണ് കോമ്പിനേഷൻ കോഡ്. സെപ്സിസ് കൊണ്ട് അതില് സെപ്സിസ് എന്ത് മൂലമാണ് വന്നത്? MRSA മൂലം വന്നു. അപ്പൊ A41.0 അവിടെ ഒരു കംപ്ലീറ്റഡ് കോഡായി. ഇതാണ് കോമ്പിനേഷൻ കോഡ്. ഇതില് സെപ്സിസും ഉണ്ട്, MRSAയും ഉണ്ട്. അതേപോലെ ന്യൂമോണിയ ആണ് ആ ഇൻഫെക്ഷൻ എങ്കിൽ MRSA കാരണമുണ്ടായ ഇൻഫെക്ഷൻ എങ്കിൽ J15.212 അത് കൊടുക്കാം. അതിന്റെ ഡിസ്ക്രിപ്ഷൻ pneumonia due to methicillin resistant Staphylococcus aureus. Do not assign code B95.62 methicillin resistant Staphylococcus aureus infection as the cause of disease classified elsewhere. ഈ ടൈമില്, അതായത് പേഷ്യന്റിന് ന്യൂമോണിയയോ അല്ലെങ്കിൽ സെപ്സിസോ MRSA കാരണം ഉണ്ടായെങ്കിൽ B95.62 ഒരിക്കലും കോഡ് ചെയ്യരുത്. B95.62 എപ്പോൾ കോഡ് ചെയ്യണമെന്ന് വെച്ചാൽ, വേറെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതർ ദാൻ സെപ്സിസ് ഓർ ന്യൂമോണിയ ആണെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാം. ആ ഇൻഫെക്ഷനും കോഡ് ചെയ്തിട്ട് B95.62 കോഡ് ചെയ്യാം. അപ്പൊ ഈ ടൈമില് ഇത് കോഡ് ചെയ്യരുത്.
ന്യൂമോണിയയോ സെപ്സിസോ ഉണ്ടെങ്കിൽ. അപ്പോൾ കോഡ് ചെയ്യേണ്ടത് A41.02 അല്ലെങ്കിൽ J15.212. ഇനി അതർ കോഡ്സ് ഫോർ MRSA ഇൻഫെക്ഷൻ. വേറെ കോഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, when there is a documentation of current infection, wound infections, ഇൻഫെക്ഷൻ എന്തൊക്കെയാണെന്ന് വെച്ചാൽ wound infection, സ്റ്റിച്ച് അബ്സസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. ഈ ഇൻഫെക്ഷൻ ഒക്കെ ഡ്യൂ ടു MRSA കൊണ്ടാണ് വന്നതെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ B95.62 ഈ കോഡ് ചെയ്യാൻ പറ്റും. ഈ കോഡും ചെയ്തിട്ട് ആ ഇൻഫെക്ഷൻ എന്താണോ, അതായത് കറന്റ് ഇൻഫെക്ഷൻ, വൂണ്ട് ഇൻഫെക്ഷൻ ആണെങ്കിൽ വൂണ്ട് ഇൻഫെക്ഷൻ കോഡ് ചെയ്യുക, സ്റ്റിച്ച് ആബ്സസ് ആണെങ്കിൽ അതും കോഡ് ചെയ്യുക, അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ B95.62 കോഡ് ചെയ്യണം. Assign the appropriate code to identify the condition along with the code B95.62. അടുത്ത മെത്തിസിലിൻ സസെപ്റ്റബിൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് MSSA ആൻഡ് MRSA കോളനൈസേഷൻ. ഫസ്റ്റ് MSSA എന്ന് വെച്ചാൽ എന്താണ്? മെത്തിസിലിൻ സസെപ്റ്റബിൾ സ്റ്റെഫൈലോകോക്കസ് ഓറിയസ് is a type of bacteria commonly found on skin and cause infection called as staph infection. ഇത് കോസ് ചെയ്യുന്നത് ഇൻഫെക്ഷന്റെ പേരാണ് കോമൺലി നമ്മൾ വിളിക്കുന്നത് സ്റ്റഫ് ഇൻഫെക്ഷൻ എന്നാണ്. MSSA ഇൻഫെക്ഷൻ ആർ ടിപ്പിക്കലി ട്രീറ്റബിൾ വിത്ത് ആൻറ്റിബയോട്ടിക്സ് അൺലൈക്ക് MRSA. ഈ MSSA ഇൻഫെക്ഷൻ നമുക്ക് നോർമലി ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. MRSA പോലെ അത്ര കഠിനമല്ല. While MSSA usually does not cause harm, it can lead to serious condition if it is enters the body, such as bacteremia. ഇത് MRSA പോലെ അത്ര വലിയ ഒരു കണ്ടീഷൻ അല്ല, മേ ബി ആകാം. എങ്ങനെയെന്ന് വെച്ചാൽ MSSA ബാക്ടീരിയ നമ്മുടെ ബ്ലഡ് ബ്ലഡിനകത്ത് എൻ്റർ ആയെങ്കിൽ, ബാക്ടീരിസീമിയ മീൻസ് ബ്ലഡിനകത്ത് ഈ ബാക്ടീരിയ കയറിയെങ്കിൽ ആ കണ്ടീഷനാണ് ബാക്ടീരിയസീമിയ. ആ ടൈമിൽ നമുക്ക് കുറച്ച് ഹാമാണ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ജനറലി ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് ആൻറ്റി സ്റ്റെഫൈലോകോക്കൽ penicillins which are effective against this type of bacteria. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് യൂഷ്വലി ആൻറ്റി സ്റ്റെഫൈലോകോക്കൽ പെനിസിലിൻസ് കൊടുത്താൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. Methicillin susceptible Staphylococcus aureus and MRSA colonization. The condition or state of being colonized or carrying MSSA or MRSA is called colonization or carriage, while an individual person is described as being colonized or being a carrier. അതായത് ഒരു പേഴ്സൺ ബീയിങ് കോളനൈസ്ഡ് അല്ലെങ്കിൽ കോളനൈസ്ഡ് അല്ലെങ്കിൽ കാരിയർ ആണെന്ന് പറയണമെങ്കിൽ MSSA അല്ലെങ്കിൽ MRSA ആ പേഷ്യൻറ്റിൻ്റെ ബ്ലഡിലുണ്ട്. Colonization means MSSA or MRSA is present on or in the body without necessary causing illness. അതായത് അവരുടെ ബോഡിയിലുണ്ട്, പക്ഷേ വലിയ ഇൻഫെക്ഷനോ ഒരു ഇൽനെസ്സോ അങ്ങനെയൊന്നും കോസ് ചെയ്യത്തില്ല. അതാണ് കോളനൈസേഷൻ അല്ലെങ്കിൽ ക്യാരിയിങ് എന്ന് പറയുന്നത്. A positive MRSA colonization test must be documented by the provider as MRSA screen positive or MRSA nasal swab positive. നമ്മുടെ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻറ്റേഷനിൽ പ്രൊവൈഡർ ഇങ്ങനെ മെൻഷൻ ചെയ്തേക്കാം, ഈ പേഷ്യൻ്റ് കാരിയർ ആണ്, അതിൻ്റെ ടെസ്റ്റിൻ്റെ റിസൾട്ടായിട്ട് സ്ക്രീൻ പോസിറ്റീവ്, MRSA സ്ക്രീൻ പോസിറ്റീവ് അല്ലെങ്കിൽ MRSA നാസൽ സ്വാബ് പോസിറ്റീവ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക് കോഡ് കൊടുക്കാൻ പറ്റും. അപ്പം ആ ടൈമിൽ എന്താണ് കോഡ് ചെയ്യേണ്ടത്? അസൈൻ ദ കോഡ് Z22.322 carrier or suspected carrier of methicillin resistant Staphylococcus aureus for patient documented as having MRSA colonization. MRSA colonization ആണെങ്കിൽ Z22.322. അതേ ടൈമിൽ MSSA colonization ആണെങ്കിൽ Z
22.321 കോഡ് ചെയ്യണം. അപ്പം അത്രേ ഉള്ളൂ. MRSA ആൻഡ് MSSA കോഡിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു ഗൈസ്. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ക്ലാസ് ചാപ്റ്റർ 1 കൊറോണ വൈറസ് ആയിരിക്കും. താങ്ക് യു ഗൈസ്.